അപ്പൊ ശൈഖുന സാധാരണ പറയുന്ന ഒരു വാക്കാണ് ഞാൻ സുഖമാക്കി. അത് വേണ്ട, അതിന് പേരോടതരമാണ് സഖാഫി അർത്ഥം പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്നത് സുഖമാകണമെന്നാണ്, ഞാൻ അള്ളാഹുവിനോട് ദ്വാരക്കുന്നു എന്നാണ്. അതിന്റെ മായന പറയാണ്, കേട്ടോളൂ. എഴുന്നേറ്റ് നിന്നടാ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റു. ഔലിയാക്കളെ കൂട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. മഹാനായ CM ചിലരോടൊക്കെ അത് വേണ്ട എന്ന് പറയും, അത് വേണ്ട എന്ന് പറയും. അത് വേണ്ടെന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്നാണ് എന്റെ താല്പര്യം എന്നാണ് അതിന്റെ അർത്ഥം. അതിനാട് അങ്ങനെ ഒന്ന് കൂട്ടി കൊടുക്കണം. അതിന്റെ താല്പര്യം അതാണ്, അത് വേണ്ട എന്നാണ് എന്റെ താല്പര്യം തന്നെ. അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ റജാ എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാം അങ്ങനെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പഠിച്ചവൻ അങ്ങനെ തിരിയാത്തവനൊന്നല്ല, ഈ പുത്തംവാദിയൊക്കെ തിരിയൂല. അതുപോലെയല്ല അള്ളാഹ്ക്ക് എന്താ പറഞ്ഞതൊക്കെ ശരിക്കും മനസ്സിലാവും. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട എന്നാണ് എന്റെ ആഗ്രഹവും പ്രതീക്ഷയും എന്നാണ് അതിന്റെ അർത്ഥം. അത് അള്ളാഹുവിനോടുള്ള ദുആയ. അത് മനസ്സിലാകാത്ത ചിലര് മടവൂർ ശൈഖുനാക്ക് ദ്വാരക്കാൻ അറിയാത്തതുകൊണ്ടാണ് അയാൾ വിചാരിച്ചത്. മടവൂർ ശൈഖുനാക്ക് അള്ളാഹ് സുഖപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് ദ്വാരക്കാൻ അറിയാത്തത് കൊണ്ട് അത് വേണ്ട എന്ന് പറയുന്ന മയന ഏതാ? എന്റെ ആഗ്രഹം അതാണ്, ഈ നടപ്പിലാക്കി കൊടുക്കണേന്നാണ്. എന്നാ കേട്ടോളൂ കേട്ടോ. കാന്തപുരം ഉസ്താദിനെ കുറിച്ച് മുമ്പൊരു കറാമത്ത് പറയാണ്, മൂപ്പരുടെ കറാമത്ത്. അതൊന്ന് കേട്ടോളി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ വൈരുദ്ധ്യം. അവക്ക് അതാ കാന്തപുരം ഉസ്താദ്. അവിടെ ഉസ്താദിന്റെ സദസ്സിലിരുന്ന് ഞാനെന്ന് പ്രസംഗം കേൾക്കുക. വന്നു മഴ, ഭയങ്കര മഴ വന്നു. എല്ലാരും ഓടാൻ പോവാണ്, എല്ലാരും എഴുന്നേൽക്കാൻ. ഇരിക്കണം അവിടെ. ഹൗസുല്ലാമിന്റെ ബറക്കത്ത് കൊണ്ട് മഴ പെയ്യില്ല. പെയ്യിലാന്നാ പറഞ്ഞത്, പെയ്യാതിരിക്കാൻ വേണ്ടി ദ്വാരക്കൊന്നല്ലേ ഇത്. പെയ്യിലാന്ന് പറഞ്ഞു. ഉള്ളത് പറഞ്ഞാൽ ഞാനന്ന് പേടിച്ചിട്ടോ. അഥവാ പെയ്തെങ്കിൽ കുറ്റ്യാടി, ഇന്നത്തെ കുറ്റ്യാടിയല്ല അന്ന്, അന്നത്തെ കുറ്റ്യാടി എന്ന് പറയാൻ സുന്നികളെ കൂക്കും. അന്ന് തന്നെ വിശ്വാസമില്ല. പക്ഷെ അയാൾ പറഞ്ഞ പോയിന്റുകൾ കണ്ടോ? മഴ പെയ്യില്ല എന്ന് പറഞ്ഞു. അത് ദുആ പോലും അല്ല, അതങ്ങനെ സംഭവിച്ചു പോയി എന്നാണ്. സ്വന്തം നേതാവിനെ കുറിച്ച് പറഞ്ഞപ്പോ അത് പ്രഖ്യാപനം, യഥാർത്ഥ പ്രഖ്യാപനം നടത്തിയ മഹാനരായ ശൈഖ് മടവൂർ.